നിങ്ങളുടെ കയ്യിൽ കോഴിമുട്ടയും ബ്രെഡുമുണ്ടോ? എങ്കിൽ ഇത് അടിപൊളി വൈകുന്നേരത്തെ ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 4 കോഴിമുട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്കെല്ലാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലിന് പകരം ബട്ടർ ആയാലും മതി. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കഷ്ണമാക്കിയ ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത മുട്ട ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഇതേപോലെ എല്ലാ ഇടത്തും ആകുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതേപോലെ ഒരു തവി ഉപയോഗിച്ച് നമുക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ടൊമാറ്റോ സോസ് കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുട്ടോ ഈ ഒരു സ്നാക്സ്. നമ്മുടെ വീട്ടിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു അടിപൊളി സ്നാക്സാണിത്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. ബ്രെഡ് വെച്ചതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ സവാള അരിഞ്ഞതും കൂടി മുകളിൽ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നോരോന്നും ചെയ്തെടുക്കുക. ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. പല രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അവസാനത്തെ ബ്രെഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതാണോ നിങ്ങൾ കാണുന്നത്? എങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക.